നമസ്കാരം. ആൽഫ പാലിയേറ്റീവ് കെയർ ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. 3 മക്കളുണ്ടായിട്ടും പരിചരിക്കാത്ത വൃദ്ധ ദമ്പതികൾക്ക് ആശ്വാസമായി ആൽഫ മൂവാറ്റുപുഴ സെന്റർ. 3 വർഷമായി സ്ട്രോക്ക് വന്ന് കിടപ്പിലായ അച്ഛൻ തന്റെ ജീവിതത്തിൽ സമ്പാദിച്ചത് മുഴുവനും 3 ആൺമക്കൾക്ക് നൽകിയെങ്കിലും അസുഖബാധിതനായതോടെ മക്കൾ വാടക വീട്ടിൽ ഉപേക്ഷിക്കുകയായിരുന്നു. 1 വർഷമായി വാടക പോലും കൊടുക്കാനാകാത്ത ഈ കുടുംബത്തെ ആശാവർക്കർ പറഞ്ഞാണ് മൂവാറ്റുപുഴ ലിങ്ക് സെന്ററിലെ സ്റ്റാഫ് രജിസ്റ്റർ ചെയ്യാനെത്തിയത്. ജീവിതത്തിൽ ഒറ്റപ്പെട്ട് കഴിഞ്ഞ അച്ഛനും അമ്മയ്ക്കും അത് ഒരു വലിയ ആശ്വാസമായി. കനത്ത മഴയെ തുടർന്നുള്ള തണുപ്പിൽ പുതയ്ക്കുവാൻ ഒരു പുതപ്പ് പോലും ഇല്ലെന്ന് മനസ്സിലാക്കി സ്റ്റാഫ് അംഗങ്ങളായ സിനി, ആശ, കമ്മ്യൂണിറ്റി വെൽഫെയർ ഓഫീസർ എൽദോസ് തങ്കച്ചൻ എന്നിവർ തിരികെ പോയി പുതപ്പും മുണ്ടുകളും വാങ്ങി നൽകുകയായിരുന്നു. കൈകൾ ചേർത്ത് പിടിച്ച് നന്ദി അറിയിച്ച വൃദ്ധ ദമ്പതികൾ വല്ലാത്ത അനുഭവമായെന്ന് അവർ പറഞ്ഞു. ആൽഫ പരവൂർ സെന്റർ 11ാം വാർഷികവും സ്വാന്തന സംഗമവും സംഘടിപ്പിക്കും. സെന്ററിന്റെ രക്ഷാധികാരിയും സംസ്ഥാന പ്രതിപക്ഷ നേതാവുമായ അഡ്വക്കേറ്റ് വി ഡി സതീശനും പ്രമുഖ ചിന്തകനും പ്രഭാഷകനുമായ ഡോക്ടർ സുനിൽ പി ഇളയിടവും മുഖ്യ രക്ഷാധികാരികളായി സംഘാടക സമിതി രൂപീകരിച്ചു. വാർഷിക പരിപാടികൾ ലിങ്ക് സെന്റർ സെക്രട്ടറി OM ജോബി വിശദീകരിച്ചു. വാർഷികത്തിന്റെ ഭാഗമായി ഓജസ് സർവീസ് ആഴ്ചയിൽ 3 ദിവസമായി വർദ്ധിപ്പിക്കും. വേദനകൾക്ക് അവധിയില്ല, പരിചരണത്തിനും എന്ന മുദ്രാവാക്യത്തോടെയാണ് 2025 ഓഗസ്റ്റ് 3 മുതൽ 365 ദിവസവും ഹോം കെയറിന് തുടക്കമിടുന്നത്. പരിചരണം ലഭിക്കുന്ന കുടുംബാംഗങ്ങളെ പരിഗണിച്ചുകൊണ്ടുള്ള പരിപാടികളും ഇതിന്റെ ഭാഗമായി സംഘടിപ്പിക്കും. 2025 സെപ്റ്റംബറിൽ സ്വാന്തന സംഗമത്തോടെയും കലാപരിപാടികളോടുകൂടിയും വാർഷികത്തിന് സമാപനമാകും. സംഘാടക സമിതി രൂപീകരണ യോഗത്തിൽ ലിങ്ക് സെന്റർ പ്രസിഡന്റ് MB സെമന്ത ഭദ്രൻ അധ്യക്ഷത വഹിച്ചു. രക്ഷാധികാരി KV സത്യൻ മാസ്റ്റർ സ്വാഗതം പറഞ്ഞു. ട്രഷറർ NN ഹരികുമാർ, കമ്മിറ്റി അംഗം AK രഞ്ജൻ എന്നിവർ റിപ്പോർട്ടുകൾ അവതരിപ്പിച്ചു. സെൻട്രൽ കൗൺസിൽ അംഗം അബ്ദുൽ ഖാദർ നന്ദി പറഞ്ഞു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. ജയ് ഹിന്ദ്.